ആയിരം മാസങ്ങളെക്കാൾ പുണ്യമാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിന്റെ അനുഗ്രഹീത രാവിലൂടെ കടന്നുപോകുന്ന മുഴുവൻ വിശ്വാസികളെയും നെസ്റ്റോ പ്രവാസ ജാലകത്തിന്റെ ഈ റമദാൻ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇസ്ലാമിനെ കുറിച്ചുള്ള വികലമായ ധാരണകൾ മാറ്റിയെടുക്കുവാനെങ്കിലും ഈ പരിപാടി വഴിയൊരുക്കുന്നുവെങ്കിൽ അതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ റിയാദിലെ പ്രമുഖരുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ സ്വാധീനിക്കാതിരിക്കില്ല. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയുടെ വിളംബരമത്രേ റമദാൻ. ഏകദൈവ വിശ്വാസത്തിലും മാനവിക ഐക്യത്തിലും പാകപ്പെടുത്തിയെടുത്ത ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രം ദൈവത്തിനുള്ള സമ്പൂർണ്ണ സമർപ്പണം തന്നെയാണ്. നമസ്കാരം, ഹജ്ജ്, സക്കാത്ത് എന്നീ കർമ്മങ്ങളെപ്പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നത്രേ വ്രതാനുഷ്ഠാനം. സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും ഉദാത്ത വികാരം മനുഷ്യനിൽ സൃഷ്ടിച്ചെടുക്കുവാൻ വ്രതം അവസരമൊരുക്കുന്നു. ക്ഷമയുടെയും സഹനത്തിന്റെയും പ്രതീകങ്ങളായ സത്യവിശ്വാസികൾ സഹജീവികളെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നതിലൂടെ മാത്രമേ റമദാൻ എന്ന അനുഷ്ഠാനം പൂർണ്ണമാവുന്നുള്ളൂ. പരസ്പര സ്നേഹം തീർക്കുവാനും ഇതര മതസ്ഥരോട് അങ്ങേയറ്റം ബഹുമാനത്തോടെ പെരുമാറുവാനും ഈ റമദാൻ വഴിയൊരുക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ നോമ്പുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? വിശുദ്ധ റമദാനിന്റെ ഏറ്റവും അനുഗ്രഹീതമായ അവസാനത്തെ 10 വന്നെത്തി നിൽക്കുന്ന വിശ്വാസി സമൂഹത്തിന് നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള നേരായ മാർഗം എന്തൊക്കെയാണെന്ന് നമ്മോട് പങ്കുവെക്കുകയാണ് പ്രമുഖ മതപണ്ഡിതനും ചിന്തകനും പ്രഭാഷകനുമായ നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി. വിശുദ്ധ റമദാൻ അതിന്റെ അവസാനത്തെ 10 കടന്നിരിക്കുകയാണ്. വിശ്വാസികൾ ലോകത്തെമ്പാടും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന വിശുദ്ധ റമദാൻ ഇപ്പോൾ സമാപനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഓരോ വർഷവും ഇത്ര പ്രതീക്ഷയോടുകൂടി ഈ റമദാൻ വിശ്വാസികൾ ഏറ്റുവാങ്ങുന്നത് എന്നാലോചിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ ജീവിത വീക്ഷണം മനുഷ്യൻ ഈ ഭൂമുഖത്തേക്ക് സൃഷ്ടിക്കപ്പെട്ടവനാൽ അല്ല എന്നതാണ്. മനുഷ്യൻ സ്വർഗത്തിലേക്ക് നിയോഗിക്കപ്പെട്ടവനാണ്. സ്വർഗത്തിൽ നിന്നാണ് മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നത്. സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലുള്ളത്. അതുകൊണ്ട് മനുഷ്യൻ ഈ ഭൂമിയിൽ അവന് ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെച്ചുകൊണ്ടാണ് പ്രപഞ്ചനാഥൻ അവനെ ഭൂമിയിലേക്ക് നിയോഗിച്ചത്. ഈ ഭൂമിയിലുള്ള വസ്തുക്കൾ എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശവുമായിട്ടാണ് മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നത്. ദൈവീകമായ ആ മാർഗനിർദ്ദേശത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള മാർഗനിർദ്ദേശവും എന്നിൽ നിന്ന് തന്നെ വന്നു കിട്ടുമെന്ന് പ്രപഞ്ചനാഥൻ ആദ്യ മനുഷ്യനെ അറിയിക്കുകയുണ്ടായി. ആ മാർഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്ത് ദുഃഖവും ദുരിതവുമില്ലാത്ത, അല്ലും അലട്ടുമില്ലാത്ത, പ്രശ്നങ്ങളും പ്രയാസങ്ങളുമില്ലാത്ത ഒരു ജീവിതം ആസ്വദിക്കാൻ കഴിയുമെന്ന് വിശദീകരിക്കുകയും ചെയ്യുകയുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിലൂടെ അവതീർണമായ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് വിശുദ്ധ റമദാൻ മാസം എന്ന് പറയുന്നത്. അതാണ് റമദാനിന്റെ പ്രത്യേകതയായി ഖുർആൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ. ശുദ്ധ ഖുർആൻ അവതീർണമായ റമദാൻ മാസം അത് മനുഷ്യ സമൂഹത്തിന് മാർഗനിർദ്ദേശത്തിന്റെ വിശദാംശങ്ങളും അടങ്ങിയതാണ് എന്ന് ഖുർആൻ പറയുന്നു. തങ്ങൾക്ക് പ്രിയപ്പെട്ടതെന്തും തങ്ങളുടെ നാഥന്റെ മുമ്പിൽ അവർ സമർപ്പിക്കുകയായി. ഇവിടെ പ്രാർത്ഥനാനിരതമായി അവർ തങ്ങളുടെ സൃഷ്ടാവിനോട് കേഴുകയായിരുന്നു. കാരണം ആ സൃഷ്ടാവ് കരുണാമയനാണെന്ന് അവർക്കറിയാം. അവരെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കുവാനോ നരകത്തിലേക്ക് എത്തിക്കുവാനോ ആഗ്രഹിച്ചുകൊണ്ടും വിധിച്ചുകൊണ്ടുമല്ല മനുഷ്യനെ ഭൂമിയിൽ നിയോഗിച്ചത്. മറിച്ച് കാരുണ്യം കൊണ്ട് അവരെ മുഴുവൻ പാപമോചനത്തിന് അർഹരാക്കുകയും അതുവഴി സ്വർഗത്തിലേക്ക് അവരെ വഴി നടത്തുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ 10 വിശ്വാസികൾ പ്രപഞ്ചനാഥനോട് കേഴുകയായിരുന്നു. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. ഏറ്റവും കൂടുതൽ കരുണ ചൊരിയുന്നവനെ എന്നോടൽപ്പം കരുണ ചൊരിയണമേ എന്ന് കോടിക്കണക്കിൽ വിശ്വാസികളുടെ കണ്ഠങ്ങളിൽ നിന്ന് ആവർത്തിച്ച് അവര് ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു.
രണ്ടാമത്തെ 10 കടന്നപ്പോൾ അവര് പാപമോചനത്തെക്കുറിച്ചുള്ള പ്രാർത്ഥനയിൽ മുഴുകുകയായിരുന്നു. മൂന്നാമത്തെ 10 പ്രപഞ്ചനാഥനോട് അങ്ങ് അടുക്കുകയാണ്. അങ്ങോട്ടടുത്ത് വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നു. ഈ ലോകത്തുള്ള സകലതും വിട്ടെറിഞ്ഞ് എല്ലാം ഒഴിവാക്കി നരകവിമുക്തിക്ക് വേണ്ടിയും സ്വർഗപ്രവേശനത്തിനു വേണ്ടിയും അവരൊന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പാതിരാവുകളിൽ വീടുകളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥനാനിരതമാവുകയാണ്. പ്രവാചകന്റെ മാതൃക അവരുടെ മുമ്പിലുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീയാകെ വിട്ടുവീഴ്ചയാണ്, വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് എന്നോടൽപ്പം വിട്ടുവീഴ്ച ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയാണ് വിശ്വാസികളുടെ കണ്ഠങ്ങളിൽ നിന്ന് ഉതിർന്നു വീണുകൊണ്ടിരിക്കുന്നത്. ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കണമെങ്കിൽ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. ഒരു ഭാഗത്ത് സൃഷ്ടാവിനോടുള്ള ബാധ്യതകൾ പൂർത്തിയാക്കുന്നു, മറുഭാഗത്ത് സൃഷ്ടികളോടുള്ള കാരുണ്യം നിർവഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് റമദാനിന്റെ അവസാനത്തെ നാളുകളെ ദാനധർമ്മങ്ങളുടെ അങ്ങേയറ്റത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന് കാണാൻ കഴിയും. എന്നും വിശ്വാസികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. സമ്പത്തിന്റെ സാക്ഷാലുടമസ്ഥൻ പ്രപഞ്ചത്തിന്റെ നാഥനാണെന്നും സക്കാത്ത് എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ അവകാശമായിട്ടാണ് ഇസ്ലാം നിശ്ചയിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് വിശ്വാസികൾ റമദാനിലേക്ക് സക്കാത്ത് മാറ്റിവെക്കുകയാണ്. കാരണം പുണ്യങ്ങൾക്കേറെ പ്രതിഫലം ലഭിക്കുന്ന റമദാനിലാവട്ടെ തങ്ങളുടെ സക്കാത്ത് എന്ന് വെച്ചുകൊണ്ടാണ്. റമദാനിന്റെ അവസാനത്തിൽ എല്ലാ വീഴ്ചകളും പുറത്തു കിട്ടുവാൻ വേണ്ടി ഫിത്ർ സക്കാത്ത് ഉപയോഗപ്പെടുത്തിയതായി കാണാൻ കഴിയും. അതേപോലെ തന്നെ ലോകത്തെമ്പാടുമുള്ള ഒരു വിശ്വാസിയും പെരുന്നാൾ ദിവസത്തിൽ പട്ടിണി കിടക്കാതിരിക്കുവാനുള്ള ഭദ്രമായ ഒരു സംവിധാനമായിട്ടാണ് ഫിത്ർ സക്കാത്ത് ഏർപ്പെടുത്തിയത്. പക്ഷേ കാലങ്ങൾ ഒഴുകി വന്നപ്പോൾ, സമൂഹം വ്യത്യസ്ത ധാരകളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഇതിനൊക്കെ മാറ്റം വന്നു പോവുകയും ഇത് പാവങ്ങൾ തെണ്ടി വാങ്ങുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിപ്പോവുകയും ചെയ്തതാണ്. തീർച്ചയായിട്ടും ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന സക്കാത്ത് അഭിമാനത്തോടുകൂടി തങ്ങളുടെ അവകാശം എന്ന നിലയിൽ പണക്കാരിൽ നിന്നും തങ്ങൾക്ക് സ്വീകരിക്കേണ്ടുന്ന, തങ്ങൾക്ക് ലഭ്യമാകേണ്ടുന്ന അവകാശമായിട്ടാണ് സക്കാത്ത് പഠിപ്പിച്ചത് എന്ന് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു സക്കാത്ത് നിർവഹിക്കുന്നതോടുകൂടി ഒരു മനുഷ്യൻ തന്റെ പാപങ്ങളിൽ നിന്ന് മുക്തി നേടുകയും തന്റെ സൃഷ്ടാവിലേക്ക് അടുത്തു നിൽക്കുകയും തന്റെ ജീവിതത്തെ സൃഷ്ടാവിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്നത്. കാരണം പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ പട്ടിണിയും നിങ്ങളുടെ കഷ്ടപ്പാടുകളുമൊന്നും അള്ളാഹുവിന് ആവശ്യമില്ല. ആവശ്യമുള്ളത് നിങ്ങളുടെ മനസ്സിൽ വളർന്നു വരുന്ന ദൈവബോധവും സൂക്ഷ്മതയുമാണ്. ആ ദൈവബോധവും സൂക്ഷ്മതയും വർദ്ധിപ്പിക്കുവാനാണ് ഇസ്ലാം ആരാധനകളെ കൊണ്ട് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. നമസ്കാരമായിരുന്നാലും, നോമ്പായിരുന്നാലും, സക്കാത്തായിരുന്നാലും, ഹജ്ജായിരുന്നാലും ഒരു സംശുദ്ധമായ മനസ്സിന്റെ ഉടമയെ വാർത്തെടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആവർത്തന വിരസമായ ഈ ആരാധനകൾ ഒന്നും നേടുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. This is where the family makes merry. When you buy clothes, shoes and grocery, toys or trinkets, all you name. Shopping here is the whole you get. Let's go, the family store next door. Nesto, your family superstore. Nesto Hypermarket, Betha Riyadh and Al Bilad Mall, Dammam. നൂതന സാങ്കേതികതയുടെ സഹായത്താൽ തക്ക സമയത്ത് രോഗനിർണയം നടത്തി ചികിത്സിച്ചതുകൊണ്ട് എന്റെ കുട്ടി ഇപ്പൊ സേഫാണ്. രോഗികൾക്ക് ഞങ്ങളിലുള്ള വിശ്വാസം, അതാണ് ഞങ്ങളുടെ കരുത്ത്. സമ്പൂർണ്ണ ആരോഗ്യത്തിന്റെ സംതൃപ്തി ഇനി നിങ്ങളുടെ കുടുംബങ്ങളിലും. സഫ മക്ക പോളിക്ലിനിക് ആൻഡ് ഫാമിലി ക്ലിനിക്, ഇഖാമ ബലദിയ മെഡിക്കൽ സെന്റർ, ബത്ത റിയാദ്. ആതുര സേവനം 24 മണിക്കൂറും. तारा समान बेटा आया, भर गई रोशनी, गाँव वालों का साथी स्टारडस्ट टॉर्च, गाँव वालों. Stardust, torch and emergency lamps, brightening the future. You wish it, we have it. City Flower Department Stores. വാർത്തകൾ വിശകലനങ്ങൾ. സൗദി വാർത്തകൾ. ദൈവത്തിന്റെ അപാരമായ കാരുണ്യത്തിനു മുമ്പിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണെന്നും പട്ടിണിയുടെ വേദന സമ്പന്നവർഗത്തിന് കൂടി തിരിച്ചറിയുന്നതിന് വ്രതാനുഷ്ഠാനം വഴിയൊരുക്കുമെന്നും
മാധ്യമപ്രവർത്തകൻ കെ ഇക്ബാൽ റിയാദിൽ പറഞ്ഞു. ഫ്രണ്ട്സ് ക്രിയേഷൻസ് ഹാഫ് മൂൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച സ്നേഹവിരുന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന അദ്ദേഹം മതസാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ചിഹ്നങ്ങളായ ഇഫ്താർ സൗഹൃദ കൂട്ടായ്മകൾ പ്രവാസ ലോകത്തെന്ന പോലെ നാട്ടിലും കൂടുതൽ സജീവമാവേണ്ടതുണ്ടെന്നും മതത്തിന്റെയും ജാതിയുടെയും കക്ഷിരാഷ്ട്രീയത്തിന്റെയും പേരിൽ ഭിന്നിച്ചു കഴിഞ്ഞ മലയാളി സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിൽ ഇഫ്താർ സംഗമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ലുലു ഹൈപ്പർ മാർക്കറ്റ്, സിറ്റി ഫ്ലവർ, റുക്കീസ് ടീ, അറ്റ്ലസ് ജ്വല്ലറി, റിയാദ് വില്ല, സജിലി ഗ്രൂപ്പ്, ഗൾഫ് തേജസ് എന്നിവയുടെ പ്രതിനിധികൾ ഇഫ്താർ സംഗമത്തിന് ആശംസകൾ നേർന്നു. ഷുമൈസി തെർഹിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുവാൻ മുന്നോട്ട് വന്ന റിയാദിലെ വിവിധ സംഘടനകളോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമെന്ന് ഫ്രണ്ട്സ് ക്രിയേഷൻസ് പ്രവർത്തകർ അറിയിച്ചു. റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ റമദാൻ പ്രമാണിച്ച് സംഘടിപ്പിക്കുന്ന വൈജ്ഞാനിക മത്സരത്തിന്റെ ചോദ്യാവലി പുറത്തിറക്കി. സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഷുക്കൂർ പേരാമ്പ്ര, ആസാദ് എടത്തനാട്ടുകര എന്നിവർക്ക് ചോദ്യാവലി നൽകി ന്യൂസഫ മക്ക മാനേജർ നാസർ മാസ്റ്റർ പ്രകാശനം ചെയ്തു. പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് നഹ, ഫൈസൽ ബുഖാരി, അബ്ദുറഹ്മാൻ മദീനി, അബ്ദുൾ റസാഖ് സൊലാഹി എന്നിവർ പങ്കെടുത്തു. വ്യക്തമായ തൊഴിൽ കരാറിന്റെ അഭാവത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും റിയാദിലെത്തിയ 80ഓളം തൊഴിലാളികളുടെ വിഷയത്തിൽ നവോദയ റിയാദ് ഇടപെടുകയും ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും താമസ സൗകര്യവും കഴിഞ്ഞ 4 മാസമായി ഏറ്റെടുക്കുകയും ചെയ്തതായി ജയ്ഹിന്ദ് ന്യൂസ് മുമ്പ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. സൗദിയിലെ പുതിയ നിതാക്കാത്ത് പരിഷ്കരണങ്ങളെ തുടർന്ന് ചുവപ്പിലായ കമ്പനിക്ക് ഈ തൊഴിലാളികളെ ഏറ്റെടുക്കുവാനും ഇവർക്ക് വർക്ക് പെർമിറ്റ് നൽകുവാനും സാധിക്കാതെ വന്നപ്പോൾ എല്ലാ ഉത്തരവാദിത്വം റിക്രൂട്ടിംഗ് ഏജൻസിയുടെ തലയിൽ കെട്ടിവെച്ച് കമ്പനി തലയുരുകയായിരുന്നു. ഭക്ഷണമോ താമസ സൗകര്യമോ ഇല്ലാതെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇവരുടെ പ്രശ്നം നവോദയ ഏറ്റെടുക്കുകയും 6 മുറികളുള്ള ഒരു വലിയ വില്ല തന്നെ ഇവർക്കായി കണ്ടെത്തുകയും ചെയ്തു. OICC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി റിയാദ് ഹാഫ് മൂൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. മതരംഗത്തും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലുമുള്ള ഒട്ടേറെ പ്രമുഖർ സംബന്ധിച്ചു. പ്രസിഡന്റ് മുനീർ കോക്കലൂർ അധ്യക്ഷത വഹിച്ചു. പ്രവാസി സമൂഹത്തിനിടയിൽ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സംഗമവേദികളായി മാറുകയാണ് ഓരോ ഇഫ്താറുകളെന്നും ജീവകാരുണ്യ രംഗത്തും ആത്മീയ മേഖലയിലും റമദാന്റെ പുണ്യങ്ങളിൽ പങ്കാളികളാവാൻ ഓരോ വിശ്വാസികളും മത്സരിക്കണമെന്നും സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ സംബന്ധിച്ചവർ വ്യക്തമാക്കി. റിയാദ് ഹാഫ് മൂൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഷറഫു കടലുണ്ടി അധ്യക്ഷത വഹിച്ചു. ബഷീർ, ഷെരീഫ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇസ്ലാമിക ചരിത്രത്തിലേക്ക് ചില ചോദ്യോത്തരങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ചെന്നെത്തുന്ന അൽഫലാഹ് റമദാൻ ടെലിക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അൽഫലാഹ് ഹജ്ജ് ഗ്രൂപ്പ് ടെലിക്വിസ്. ആരാണ് വിളിക്കുന്നത്? ഞാൻ അബ്ദുസ്സലാമാണ്. ഇവിടെ അൽവത്തിന പോൾട്രി സംസാരിക്കുന്നത്. അൽവത്തിന പോൾട്രി, ഓക്കെ. എത്ര വർഷമായി അൽവത്തിനയിൽ ജോലി ചെയ്യുന്നു? 22 വർഷമായിട്ടുണ്ട്. 22 വർഷമായി. ഇപ്പോ എവിടെ, റിയാദിലാണോ? ഇല്ല, ഇവിടെ കസീമിലുള്ള അയ്യോൾ ഏരിയയാണ് കമ്പനിയുള്ളത്. കസീമിൽ അലിയോമിൽ. ഓക്കെ. സോ ഇക്കയുടെ കുടുംബം ഇവിടെ ഒപ്പം ഉണ്ടോ? ഇല്ല, കുടുംബം ഇപ്പൊ നാട്ടിലാണുള്ളത്. ഉമ്മ ഇവിടെ ഉണ്ട് തൽക്കാലം, വിസിറ്റിംഗ് വന്നിട്ടുണ്ട്. പിന്നെ അനിയനും ഫാമിലി ഒക്കെ ഉണ്ട്. ഓക്കെ. സോ എങ്ങനെ നോമ്പൊക്കെ പോകുന്നു? ഉഷാറായി പോകുന്നു? നല്ല ചൂടായിരിക്കും അല്ലേ? നല്ല ചൂടാണ്, എല്ലായിടത്തും പോലെ നല്ല ചൂടാണ്. നല്ല ചൂടാണ്. ഓക്കെ. സോ 3 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. 3 ചോദ്യം ശരി ഉത്തരം നൽകിയാൽ നല്ലൊരു സമ്മാനം അൽഫലാഹ് ഹജ്ജ് ഗ്രൂപ്പ് സന ഗോൾഡ് ചോക്ലേറ്റ്സ് നൽകുന്ന സമ്മാനം ലഭിക്കും. ഓക്കെ. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ആദ്യ ചോദ്യം, നബി എത്രാമത്തെ വയസ്സിലാണ് ഖദീജ ബീവിയെ വിവാഹം ചെയ്തത്? 25-ാമത്തെ വയസ്സിൽ. ഒരു ആലോചനയും കൂടാതെ വളരെ ശരി ഉത്തരം സ്പഷ്ടമായി ഇക്ക പറഞ്ഞിരിക്കുകയാണ്. 25-ാം വയസ്സിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ വിവാഹം ഖദീജ ബീവിയെ കല്യാണം കഴിക്കുന്നത്. അന്ന് ഖദീജ ബീവിയുടെ പ്രായം 40 ആയിരുന്നു. ആദ്യ ചോദ്യം കടന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം. റെഡിയല്ലേ? റെഡിയാണ്. സോ ചോദ്യം ഇതാണ്, ഖുർആനിൽ എത്ര തവണയാണ് ബിസ്മില്ലാഹി എന്ന വാക്കുള്ളത്? ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന ഈ പദം എത്ര തവണയാണ് ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുള്ളത്? എത്ര തവണയാണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം വന്നിട്ടുള്ളത്? 114. 114 ശരി ഉത്തരം തന്നെയാണ്. വെൽഡൻ. രണ്ടാമത്തെ ഉത്തരം ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. 114 എങ്ങനെ ആവുന്നതെന്ന് അറിയോ?
അത് തന്നെ സൗദിയിൽ ബിസ്മില്ല, പക്ഷെ അതിന് വേറൊരു സൂറത്തിൽ 2 ബിസ്മി വന്നിട്ടുണ്ട്. രണ്ട് ബിസ്മിയുമുണ്ട്. അതുണ്ട്. ഇത് 114 വരികയാണ്. സോ അടുത്ത ചോദ്യം റെഡിയല്ലേ? റെഡിയാണ്. സോ ചോദ്യം ഇതാണ്, ഖുർആന്റെ മണവാട്ടി എന്ന് പറയപ്പെടുന്ന സൂറത്ത് ഏതാണ്? ഖുർആന്റെ മണവാട്ടി എന്ന് പറയുന്ന സൂറത്ത് അർ-റഹ്മാൻ. സൂറത്തുർ റഹ്മാൻ. ഓക്കെ, വളരെ ശരി ഉത്തരമാണ്. 3 ചോദ്യവും ശരി ഉത്തരം നൽകിക്കൊണ്ട് ഇക്കാക്ക് സമ്മാനം ലഭിച്ചിരിക്കുകയാണ്. അൽഫ ഹജ്ജ് ഗ്രൂപ്പ് സന ഗോൾഡ് ചോക്ലേറ്റ്സ് നൽകുന്ന ഒരു നല്ല സമ്മാനം ഇക്കാക്ക് ലഭിക്കും. താങ്ക് യു ഫോർ ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. വെൽക്കം ടു അൽഫല ഹജ്ജ് ഗ്രൂപ്പ് ടെലിക്വിസ്. ആരാണ് വിളിക്കുന്നത്? ഞാൻ ഹംസ ഹായിലിനാണ്. ഹായിൽ എന്താണ് ഇക്ക ചെയ്യുന്നത്? ജോലി എന്താ? ഞാനൊരു ബിസിനസ് ചെയ്യണേ. ബിസിനസ് ആണ് ചെയ്യുന്നത്. എത്ര വർഷമായി ഹായിലിൽ? 5 വർഷമായി. 5 വർഷമായി ഹായിലിൽ ബിസിനസ് ചെയ്യുകയാണല്ലേ? ഒപ്പം കുടുംബമുണ്ടോ? കുടുംബമുണ്ട്. കുടുംബമുണ്ട്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ആദ്യ ചോദ്യം ഇതാ വരുന്നു. ഓക്കെ, ഇസ്ലാമിന്റെ ആദ്യ വനിതാ രക്തസാക്ഷി ആരായിരുന്നു? സുമയ്യ റളിയല്ലാഹു അൻഹ തന്നെയാണ്. വളരെ ശരി ഉത്തരമാണ്. സോ വെൽഡൻ. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. നാവിന്റെ ഭക്ഷണം എന്ന് ഇസ്ലാമിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനെയാണ്? നാവിന്റെ ഭക്ഷണം. നമ്മുടെ നാവിന്റെ ഭക്ഷണം എന്ന് ഇസ്ലാമിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനെയാണ്? എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇത് നമ്മളെല്ലാവരും ചെല്ലുന്ന ഒരു സംഭവമാണ്. ഇതൊരു ഭക്ഷണമല്ല. അതാണ് ഒരു ക്ലൂ. സുബ്ഹാനല്ലാഹ്. ആ സുബ്ഹാനല്ലാഹ് എന്താണ്? അത് ഉത്തരം തരാൻ പറ്റൂല. അതിന്റെ ഉത്തരം ദിക്റുകളാണ്. ദിക്റുകൾ. സുബ്ഹാനല്ലാഹ് ഒരു ദിക്റാണ്. പക്ഷെ എനിക്ക് ദിക്ർ എന്നുള്ള ഉത്തരമായിരുന്നു വേണ്ടത്. ദിക്റാണ് എന്ന് അതായിരുന്നു ശരിക്കുള്ള ഉത്തരം അല്ലേ? ശരിയായിരുന്നു. സോ സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം. താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ. മയിൽപീലി റിയാലിറ്റി ഷോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Prices sponsored by Sanford Electronics, Saudi Arabia, Dr. Samir Polyclinic, Royal Travels, Riyadh, Sana Gold Chocolate. ഫോർത്ത് റൗണ്ട്. ഒരു മ്യൂസിക് പ്ലേ ചെയ്യും. ഓക്കെ, ഒരു പാട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ അത് ഏതാണ് പാട്ട്, അതിന്റെ പല്ലവി പാടണം. മ്യൂസിക് മാത്രമാണ് കേട്ടിരിക്കുന്നത്. ഷെൽജ ഒമാൻ പാടിയ പാട്ടാണ്. ഏതാണ് ആ പാട്ട്, അതിന്റെ പല്ലവി ആർക്കറിയാം? ഷക്കീർ, വല്ലപ്പുഴ ഇല്ല, സലീം ചാലിയം, ഷജാൻ. മുത്ത് നബിയുടെ യോമന പുത്രി ഫാത്തിമത്തു സുഹ്റ, മുത്ത് ഹബീ മുത്ത് അലിന്നുത്തമ നബി ഫാത്തിമത്തു സുഹ്റ, ബീബി ഫാത്തിമത്തു സുഹ്റ. നല്ലൊരു കയ്യടി. 2 മാർക്ക്. ചെറിയൊരു സ്ലിപ്പാണെങ്കിലും ശരി, പ്രശ്നമാക്കണ്ടല്ല. അതിന്റെ ഉടനെ തന്നെ പാടിയിട്ടുണ്ട്, ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. ഓക്കെ, അടുത്ത് ശ്രദ്ധിക്കാം. മ്യൂസിക് മാത്രമാണ് വരുന്നത്. അത് ഏതാണ് പാട്ട്? അല്ലാഹുവിൻ്റെതാബ് നിന്നിലേറിടുമ്പോൾ അല്ലാഹനെ വിളിക്കാത്തവരാരുണ്ട്? ഇവിടെ പോയിട്ടുള്ള ഒരു മാർക്ക് കൊടുക്കാം. ആർക്കാണത് നന്നായിട്ട് പാടാൻ പറ്റുക പല്ലവി? അല്ലാഹുവിൻ്റെതാബ് നിന്നിലേറി വന്നാൽ അല്ലാഹനെ വിളിക്കാത്തവരാരുണ്ട്? ഇന്നീ ദുനിയാവിലാരുണ്ട്? അടുത്ത് എല്ലാം പാടെ
കൈത്തുള്ള ഖല്ലാഖുടയോനെ എല്ലാവർക്കും കാരുണ്യം നൽകുന്നോനെ എന്റെ ജല്ല ജലാലായ തമ്പുരാനേ. ഫുൾ മാർക്ക് കൊടുക്കുക. നല്ല നല്ല അറ്റംപ്റ്റ് ആണ്. പ്ലീസ് ഒന്ന് നല്ല കൈയടി കൊടുക്കുക സലീം ചാലിയത്ത്. വളരെ നന്നായി പാടി. ഓക്കെ, നെക്സ്റ്റ്. സുരലോകമാണിഹൂറിൽ ഇസാനീങ്ങളെ സുഖം നൽകാൻ പുരുഷർക്കുള്ള അഹ്ലീങ്ങളെ. നല്ലൊരു കൈയടി. 2 മാർക്ക് വീണ്ടും കിട്ടി. ഷാജാൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് വരട്ടെ. ദിസ് പ്യൂർലി ഫോർ ഓഡിയൻസ്. ആർക്ക് പാടാൻ പറ്റും? എങ്ങനെ? അല്ല അല്ല, നോ 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 നോ. വളരെ വളരെ പ്രശസ്തമായ ഗാനമാണ്. ഉമ്മുൽ ഖുറാബില്ലണഞ്ഞ ഉമ്മുൽ കിതാബിനുടമ നമ്മുടെ നബിന്റെ മകൾ ഫാത്തിമ ബീബി. ഫാത്തിമ ബീബി. അടുത്ത ഒന്നുകൂടെ ഉണ്ട്, ഒരു ചാൻസ് കൂടെ തരാം. ഓക്കെ, അടുത്ത വരട്ടെ. പറയൂ. ഒന്ന് പാടിക്കൂടെ? ശ്രമം. ദർജപ്പൂമോളല്ലേ ലൈല നീ എന്റെ കൽബല്ലേ, മജ്നൂവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ. നല്ലൊരു കൈയ്യടി എടുക്കുക. നന്നായിട്ട് പാടുന്നുണ്ട്. എന്താ പേര്? ഗായകനാണല്ലേ? You wish it. We have it. City Flower Department Stores. പ്രിയപ്പെട്ടവരുടെ സ്വപ്ന സാക്ഷാത്കാരം, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ ഷിഫ അൽ ജസീറ പോളിക്ലിനിക്, ബത്ത, റിയാദ്, സൗദി അറേബ്യ. റമദാൻ ആശംസകളോടെ അൽഫലാഹ് ഹജ്ജ് ഉംറ സർവീസ്. എല്ലാ ദിവസവും ഉംറ സർവീസ്. പരിചയ സമ്പന്നരായ പണ്ഡിത നേതൃത്വം. ഇരു ഹറമുകൾക്കും സമീപം താമസ സൗകര്യം. യാത്രയിലുടനീളം പഠന ക്ലാസുകൾ. പെരുന്നാൾ ദിനത്തിലെ ഉംറ യാത്ര പ്രത്യേക പാക്കേജ്. അൽഫലാഹ് ഹജ്ജ് ഉംറ സർവീസ്. റിയാദ് ബാങ്ക് ബിൽഡിംഗ്, ഷാറാ റൈൽ, സൺസിറ്റി പോളിക്ലിനിക്കിന് സമീപം, ബത്ത, റിയാദ്. കോൺടാക്ട് 0500995981. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, പ്രഗത്ഭരായ മലയാളി ഡോക്ടർമാർ, മിതമായ ചികിത്സാ നിരക്ക്, മികച്ച സേവനം. ഇക്കാമ ബലദിയ മെഡിക്കൽ സെന്റർ, ന്യൂ സഫ മഖ പോളിക്ലിനിക്, ബത്ത, ബംഗ്ലാദേശ് മാർക്കറ്റിന് സമീപം. ഭക്തിസാന്ദ്രമായ ഈ വരികൾ റമദാനിന്റെ ഗൃഹാന്തര ചിന്തകളിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്. റംസാനിലുണ്ടൊരു രാത്രി, റഹ്മത്ത് ചൊരിയുന്ന രാത്രി, ലൈലത്തുൽ ഖദർ വന്നിറങ്ങുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി. റംസാനിലുണ്ടൊരു രാത്രി, റഹ്മത്ത് ചൊരിയുന്ന രാത്രി, ലൈലത്തുൽ ഖദർ വന്നിറങ്ങുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി. റംസാനിലുണ്ടൊരു രാത്രി, റഹ്മത്ത്
തസ്ബീഹ് ചൊല്ലുന്ന രാത്രി മലക്കുകളായിരം ഭൂമിയിലെത്തി തസ്ബീഹ് ചൊല്ലുന്ന രാത്രി തസ്ബീഹ് ചൊല്ലുന്ന രാത്രി റംളാനിലുണ്ടൊരു രാത്രി റഹ്മത്ത് ചൊരിയുന്ന രാത്രി ലൈലത്തുൽ ഖദർ വന്നിറങ്ങുന്ന രാത്രി ഭക്തിയാലാളുന്ന രാത്രി ഭക്തിയാലാളുന്ന രാത്രി റംളാനിലുണ്ടൊരു രാത്രി റഹ്മത്ത് ചൊരിയുന്ന രാത്രി ആശ്വാസത്തിന്റെ തെളിനീര് പെയ്യും ആഹ്ലാദവലതെല്ലാം രാത്രി ആശ്വാസത്തിന്റെ തെളിനീര് പെയ്യും ആഹ്ലാദവലതെല്ലാം രാത്രി ഭൂമിയിലോരോ പുൽക്കൊടി പോലും റബ്ബിൽ സ്തുതിക്കുന്ന രാത്രി റബ്ബിൽ സ്തുതിക്കുന്ന രാത്രി ഭൂമിയിലോരോ പുൽക്കൊടി പോലും റബ്ബിൽ സ്തുതിക്കുന്ന രാത്രി റബ്ബിൽ സ്തുതിക്കുന്ന രാത്രി റംളാനിലുണ്ടൊരു രാത്രി റഹ്മത്ത് ചൊരിയുന്ന രാത്രി ലൈലത്തുൽ ഖദർ വന്നിറങ്ങുന്ന രാത്രി ഭക്തിയാലാളുന്ന രാത്രി ഭക്തിയാലാളുന്ന രാത്രി റംളാനിലുണ്ടൊരു രാത്രി റഹ്മത്ത് ചൊരിയുന്ന രാത്രി ആശിച്ചതൊക്കെയും മഹദവനെന്ന് അടിയാർക്ക് നൽകുന്ന രാത്രി ആശിച്ചതൊക്കെയും മഹദവനെന്ന് അടിയാർക്ക് നൽകുന്ന രാത്രി അടിമകളെല്ലാം ആരാധന കൊണ്ട് ചൈതന്യമാക്കുന്ന രാത്രി ചൈതന്യമാക്കുന്ന രാത്രി അടിമകളെല്ലാം ആരാധന കൊണ്ട് ചൈതന്യമാക്കുന്ന രാത്രി ചൈതന്യമാക്കുന്ന രാത്രി റംളാനിലുണ്ടൊരു രാത്രി റഹ്മത്ത് ചൊരിയുന്ന രാത്രി ലൈലത്തുൽ ഖദർ വന്നിറങ്ങുന്ന രാത്രി ഭക്തിയാലാളുന്ന രാത്രി ഭക്തിയാലാളുന്ന രാത്രി റംളാനിലുണ്ടൊരു രാത്രി റഹ്മത്ത് ചൊരിയുന്ന രാത്രി ലൈലത്തുൽ ഖദർ വന്നിറങ്ങുന്ന രാത്രി ഭക്തിയാൽ